ഹലോ ഗേയ്സ്, ഇന്നത്തെ വിശേഷം ഒരു തണ്ണിമത്തം വാങ്ങിയതാട്ടോ. തണ്ണിമത്തം വാങ്ങിയത് പഴുത്തിട്ടില്ലടോ, പഴുത്തിട്ടില്ല. മധുരമുണ്ട്, പക്ഷെ ഇതിങ്ങനെ കഴിച്ചൊക്കെ മധുരമുണ്ട്, കളറൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് മുറിച്ചിട്ട് കടയിൽ കൊണ്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ, മോശമല്ലേ. മുറിച്ചിട്ട് പിന്നെ ഇത് പഴുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കൊണ്ടു കൊടുക്കാൻ പാടില്ലല്ലോ. തിന്നന്നെ, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പിന്നെ ഫാത്തിമാത്ത കൊണ്ടുവന്നിട്ട് ഈ പഴുത്ത മുളക്, ഞാനിങ്ങനത്തെ ഈ ഉണ്ടമുളകില്ല, ഇങ്ങനത്തെ ഉണ്ടമുളക് പഴുത്തത് അച്ചാറിലിടും. അപ്പോൾ ഫാത്തിമാത്താൻ്റെ ഭർത്താവ് കടയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് ഈ മുളകൊക്കെ, പഴുത്ത മുളകൊക്കെ കടയിലുള്ളതൊക്കെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അത് എന്നോട് അച്ചാറിലിട്ടോളാൻ വേണ്ടിയിട്ട് എനിക്ക് കൊണ്ടുവരും. ഫാത്തിമാത്ത എന്ത് കിട്ടിയാലും എനിക്ക് കൊണ്ടുവിട്ടാം, എനിക്ക് കൊണ്ടുതരും. അതേപോലെ ഫാത്തിമാത്ത രാവിലെ കൊടുന്നു തട്ടത് കായ, അവരോടെ കായ കൊല വെട്ടി തന്നു, കായ കൊടുന്നിരുന്നു. അവരുടെ വീടിൽ നിന്ന് വാർപ്പ്, സൺസൈഡ് വാർപ്പായിരുന്നു. അപ്പോൾ അവരെ ബന്ധു വീട്ടിലാണ് താമസം. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കായ. പിന്നെ മുളകും കൊണ്ടുവന്നോ. വാർപ്പ്, സൺസൈഡ് വാർപ്പ് കഴിഞ്ഞു. 3 മണിയല്ല 4 മണിയായി കഴിയുമ്പോൾ, സൺസൈഡ് വാർപ്പ് കഴിയുമ്പോൾ 4 മണിയായി. വേഗം വേഗം നടക്കുന്നുണ്ട് അവരടുത്ത് പണികളൊക്കെ. ഒക്കെ അത് നോമ്പിൻ്റെ മുന്നേ വീട് പാർക്കണം പറഞ്ഞിട്ട് വേഗം സ്പീഡിലൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ വാർത്തായിട്ട് എന്തായാലും 15 ദിവസം കഴിഞ്ഞിട്ടല്ലേ അത് പൊളിക്കാനൊക്കെ പറ്റുള്ളൂ. അതിൻ്റെ മുട്ടുമ്പലൊക്കെ എടുക്കണ്ടേ ഇനി പണിയാണെങ്കിൽ. ചുമരൊക്കെ പണിയും. പിന്നെ നാല് സൈഡിലും സൺസൈഡൊക്കെ അടിച്ച് തൂണും പലകൊക്കെ എടുത്താലല്ലേ മേലെ അടിക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു 15 ദിവസം എടുക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വാർത്താലൊരു 15 ദിവസം. അത് കഴിഞ്ഞാൽ വേഗം പെട്ടെന്ന് തന്നെ തേപ്പും കാര്യങ്ങളൊക്കെ നടക്കും. ഇനിയിപ്പോൾ നോമ്പിന് അധികം ഇല്ലല്ലോ. ഡിസംബറും ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഫസ്റ്റ് നോമ്പ് തുടങ്ങുമല്ലോ. അപ്പോൾ വേഗം തകൃതിയായിട്ട് പണി നടക്കുന്നുണ്ട്. കിണറ്റിലെ വെള്ളം വറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇന്നും നല്ല മഴ പെയ്തുകൊണ്ട് കിണറ്റിൽ വെള്ളമായി, വാർക്കാനും വെള്ളം കിട്ടി. സമാധാനമായി. ഇനി വെള്ളം തികയാതെ വാങ്ങേണ്ടി വരുമോ എന്നൊക്കെ പേടിച്ചിട്ടിരിക്കുകയായിരുന്നു.